വിവാദത്തിലോട്ട് പോവുകയാണ്. ഇത് കുറച്ചുപേരൊക്കെ അറിഞ്ഞിട്ടുണ്ടാവും. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ അറിയണം. കാരണം സാഹിത്യ അക്കാദമി അദ്ദേഹത്തെ സമീപിക്കുകയാണ് ഒരു കേരള ഗാനം എഴുതിത്തരാൻ വേണ്ടിയിട്ട്. അതായത് സ്കൂളുകളിലും കോളേജുകളിലും നമ്മുടെ കേരളത്തിന് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഭാവിയിലൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കേരള ഗാനം വേണമെന്നുള്ള രീതിയിലാണ് അദ്ദേഹത്തെ സമീപിച്ചത്. അദ്ദേഹത്തിനോട് എഴുതിത്തരാനും പറഞ്ഞു. അപ്പോൾ അദ്ദേഹം ആദ്യം അത് നിരസിച്ചു. അപ്പം ഈ വിവാദം, ഇങ്ങനെയുള്ള സംഭവം എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും എന്താണ് വിവാദം എന്ന് അറിയാത്ത ഒരുപാട് പേരുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് ഈ പറയുന്നത്. അപ്പോൾ അദ്ദേഹം ആദ്യം നിരസിച്ചു. എഴുതാൻ പ്രയാസമാണ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ എന്ന് പ്രശ്നമാകാം. പക്ഷേ എല്ലാവരുടെ നിർബന്ധ പ്രകാരം അദ്ദേഹം അതെഴുതി അത് അക്കാഡമിക്ക് അയച്ചു കൊടുക്കുകയും ചെയ്തു. അപ്പോൾ അക്കാഡമി അത് നോക്കി. അപ്പോൾ സംഭവം എന്ന് വെച്ചാൽ ഇതിന്റെ പിന്നിൽ ഈ ശ്രീകുമാരൻ നമ്പി അദ്ദേഹത്തിനടുത്ത് പറഞ്ഞതുപോലെ തന്നെ വേറെ പലരിടത്തും ഇവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ശ്രീകുമാരൻ നമ്പി അദ്ദേഹം എഴുതിയതും മറ്റുള്ളവർ എഴുതിയതും എല്ലാം കൂടെ അവർ ഒന്ന് ക്രോഡീകരിച്ച് നോക്കി. അപ്പോൾ അതിൽ ഹരിനാരായണൻ അദ്ദേഹം എഴുതിയ വരികളാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടതെന്നും ഒക്കെ ഇതിനകത്ത് ഇതുണ്ടായി. അപ്പോൾ ശ്രീകുമാരൻ നമ്പി അദ്ദേഹം അറിയുന്നില്ല. അദ്ദേഹം വിചാരിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ അടുത്ത് പറഞ്ഞു ഇതുപോലെ എഴുതിത്തരാൻ. ഓക്കെ ശരി, ആദ്യം അദ്ദേഹം നിരസിച്ചെങ്കിലും നിങ്ങളല്ലാതെ ആര് എന്നുള്ളതിലൊക്കെ ചോദിച്ചു, നിങ്ങളല്ലാതെ ആര് എഴുതും എന്നുള്ള രീതിയിലൊക്കെ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ശരി ഓക്കെ എന്നുള്ള രീതിയിൽ എഴുതി കൊടുത്തു. പക്ഷേ സംഭവം അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ജഡ്ജ്മെന്റ് പാനലും സംഭവങ്ങളൊക്കെ ഉണ്ടായി. ആര് എഴുതിയത് കൊള്ളാമെന്നുള്ള ഒക്കെ വന്നു. അത് ശ്രീകുമാരൻ നമ്പി അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളതാണ് സത്യം. കാരണം ശ്രീകുമാരൻ നമ്പി അദ്ദേഹത്തിന്റെ സൈഡിൽ നിന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം പറയുന്ന ഒരു പരിധിവരെ ശരിയാണ്. കാരണം എത്രയോ മനോഹരമായിട്ടുള്ള ഗാനങ്ങൾ എഴുതി മലയാള സിനിമയ്ക്ക് സംഭാവന ചെയ്ത, കേരളക്കരയ്ക്ക് സംഭാവന ചെയ്ത വ്യക്തിയാണ്. അദ്ദേഹത്തിന് ഒരു ചോദ്യം ചെയ്യലൊന്നും ഒന്നും ഉണ്ടായിട്ടില്ല. അദ്ദേഹം എഴുതിയതിലൊക്കെ പോരായ്മകൾ ഉണ്ടായിരിക്കാം. അതൊക്കെ നമുക്കറിഞ്ഞൂടെ. കാവ്യാത്മകമായിട്ട് ചിന്തിക്കുന്നുള്ളവർക്കൊക്കെ പറയാം. ഇപ്പോൾ ഇവർ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ക്ലീഷയാണ്. അതായത് സ്ഥിരം എഴുതുന്ന ഒരു പാറ്റേൺ തന്നെയാണ്, സ്ഥിരം എഴുതുന്ന ശൈലികളാണ്, സംഗീതം ചെയ്യുമ്പോൾ അത് എത്രത്തോളം ശരിയാവും എന്നുള്ള രീതിയിലൊക്കെ ചോദ്യങ്ങൾ വരുന്നു. അപ്പോൾ അത് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടില്ല. അദ്ദേഹത്തിന്റെ സൈഡിൽ ചിന്തിക്കുമ്പോൾ കറക്റ്റാണ്. കാരണം എത്രയോ മലയാള പാട്ടുകളാണ് എഴുതി അദ്ദേഹം മലയാള സിനിമയ്ക്ക് കേരളക്കരയ്ക്ക് കൊടുത്തിരിക്കുന്നത്. അപ്പം അദ്ദേഹത്തിന്റെ സൈഡിൽ ചിന്തിക്കുമ്പോൾ ഒരു ഫീലിങ്സ് ആണ്. പക്ഷെ അവർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹരിനാരായണൻ എഴുതിയത് കുറച്ചുകൂടെ ബെറ്ററാണ്. അതൊരു ജഡ്ജ്മെന്റ് പാനൽ. അപ്പം ശ്രീകുമാരൻ നമ്പി അദ്ദേഹത്തിന്റെ ഫീലിങ്സ് എന്ന് പറയുന്നത് അദ്ദേഹം ഒരു പാട്ട് എഴുതി ഒരു ജഡ്ജ്മെന്റ് പാനലിൽ കൊടുത്ത് അവരത് ജഡ്ജ് ചെയ്യേണ്ട ഒരു ഗതികേടുണ്ടായല്ലോ എന്നുള്ളൊരു സിറ്റുവേഷനാണ് പുള്ളി പറയുന്നത്. അദ്ദേഹം എഴുതിയ പാട്ട് യൂട്യൂബിലുണ്ട്, അദ്ദേഹം പാടുന്നതുണ്ട്. കേരളം കേരളം എന്ന് പറഞ്ഞിട്ട് വളരെ മനോഹരമായിട്ടുള്ള വരികളാണ്. അത് കേട്ടപ്പോൾ സ്ഥിരമായിട്ടുള്ള ശൈലി തന്നെയാണ്. പിന്നെ കേരളത്തെക്കുറിച്ച് നമ്മളിപ്പോൾ സ്ഥിരമായിട്ടുള്ള ശൈലിയില്ല, വേറൊരു ശൈലി എന്താണ്, പുതിയ ഹൈടെക് ഉള്ള രീതിയിലൊക്കെ എഴുതുന്ന ആൾക്കാരൊക്കെ ഉണ്ടായിരിക്കാം. പക്ഷേ സ്ഥിരമുള്ളൊരു പാറ്റേൺ ആണ് കേരളക്കരയെക്കുറിച്ച് നമ്മളെന്നും കേട്ട് വരുന്ന ഒരു ശൈലി. അത് തന്നെയാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത്. സംഗീതത്തിലൂടെ വരുമ്പോൾ വേറൊരു രീതിയിലാവും. പക്ഷേ അതിന് അങ്ങനെ തഴയപ്പെടേണ്ട ആവശ്യമില്ല. കാരണം ഒരു പ്രായമാകുമ്പോഴേ ഇത് എല്ലായിടത്തും പൊതുവേ ഉള്ളൊരു കാര്യമാണ്. അതായത് കുറച്ച് പ്രായമാകുമ്പോൾ പിന്നെ അവരുടെ ഒരു ശീലങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ നമുക്കൊന്ന് ഇഷ്ടപ്പെടാതിരിക്കുക ഒക്കെ. അത് ഈ കാര്യത്തിൽ മാത്രമല്ല, ഈ കുടുംബങ്ങളിലും ഒക്കെ ഉണ്ട് എല്ലാം. അപ്പോൾ അദ്ദേഹത്തിന് ഈ ശാന്തിവിള ദിനേശുമായിട്ട് ബന്ധപ്പെട്ടൊരു വിവാദം ഉണ്ടായി. അദ്ദേഹം ഉപയോഗിച്ച കാറ് പഴഞ്ചനാണെന്ന് പറഞ്ഞതിൻ്റെ പേരിൽ പിന്നെ വയലാർ അവാർഡ് കിട്ടിയത് താമസിച്ചു എന്നുള്ള രീതിയിൽ പറഞ്ഞു. അപ്പോൾ എനിക്ക് പറയാനുള്ളത് അദ്ദേഹത്തെ തഴയാൻ പാടില്ല. അദ്ദേഹത്തിനടുത്ത് ഒരു കവിത എഴുതി തരാൻ ഒരു ഗ്രേറ്റ് ആയിട്ടുള്ള ഒരു പേഴ്സണാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ അടുത്ത് ഒരു കവിത എഴുതി തരാൻ പറയുമ്പോൾ അദ്ദേഹം ചിന്തിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കവിത യൂസ് ചെയ്യുന്നു എന്നുള്ള രീതിയിലാണ് അദ്ദേഹം എഴുതി തരുന്നത്. പിന്നെ അത് നിങ്ങളെ ജഡ്ജ്മെന്റ് പാനലിലൊക്കെ വന്നിട്ട് നോട്ടീസ് ചെയ്തിട്ട് മറ്റേ ആൾ എഴുതി കൊള്ളാം, ഇന്നയാൾ എഴുതി കൊള്ളാം എന്ന് പറയുമ്പോൾ വളരെയധികം ഇദ്ദേഹത്തെ തരം താഴ്ത്തുന്ന പോലത്തെ ഒരു ഫീലായി പോകുന്നു. ചിന്തിച്ചു നോക്കണം പുള്ളിയുടെ മനസ്സ്. അതാണ് ഇതിനകത്തുള്ളൊരു കാര്യം. കാരണം ഒന്നത് അദ്ദേഹം ഒരു ഉന്നതിയിൽ നിൽക്കുന്ന ഒരു വ്യക്തി. അപ്പോൾ അദ്ദേഹത്തിന് പെട്ടെന്ന് അങ്ങനെ ഒരു രീതിയിൽ വന്നപ്പോൾ അദ്ദേഹത്തിന് ഫീലായി എന്നുള്ളതാണ് ഇതിനകത്തുള്ള യാഥാർത്ഥ്യം. ഇപ്പോൾ ഈ സച്ചിദാനന്ദൻ, അബൂബക്കർ, അത് ഇവർ തമ്മിലുള്ള പേഴ്സണൽ വിഷയങ്ങൾ കാര്യങ്ങളൊന്നും നമുക്കറിയില്ല. പൊതുവിൽ നിന്നുകൊണ്ട് ഈ ഒരു വിഷയത്തെ നോക്കി കാണുമ്പോൾ എനിക്കതാണ് തോന്നിയത്. അദ്ദേഹം എഴുതിയ ഗാനം നന്നായിട്ടുണ്ട്. മറ്റുള്ളവർ എഴുതിയ ഗാനം നമ്മൾ കേട്ടിട്ടില്ല. ഇനി ഏത് ഗാനമാണ് ഉൾപ്പെടുത്തുന്നതെന്നും നമുക്കറിയില്ല. അപ്പോൾ എങ്ങനെയായിരുന്നാലും നല്ലൊരു ഗാനം വരട്ടെ എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഇതുപോലുള്ള ഇങ്ങനെയുള്ള കാര്യങ്ങളെ നമ്മൾ പൊതുവിൽ സോഷ്യൽ മീഡിയയിലുള്ള പല കാര്യങ്ങളും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചിലരെ അറിയില്ല. അപ്പോൾ എന്താണ് ശ്രീകുമാരൻ നമ്പി അദ്ദേഹം എഴുതിയ ഗാനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് വിവാദം എന്ന് ചോദിക്കുമ്പോൾ ചിലർക്ക് അറിയില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞതാണ്. ഇതൊരു വലിയൊരു കാര്യമോ മറ്റൊന്നുമല്ല. പക്ഷേ നമ്മുടെ കേരളക്കരയുടെ ഒരു ഗാനമല്ലേ, അതുമായിട്ട് ബേസ് ചെയ്തിട്ടുള്ള കാര്യമില്ലേ, അതുകൊണ്ട് പറഞ്ഞത്. നമുക്ക് മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷങ്ങൾ ഒക്കെ ആയിട്ട് നമുക്ക് കാണാം. അതുവരേക്കും കാണാം അതാണ്.